ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. SITSP എസ് ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവ ഇളക്കിയാണ് സാമ്പിളുകൾ ശേഖരിക്കുന്നത്. സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായക ദിശയിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ സ്വർണം ചെമ്പാക്കി അടയാളപ്പെടുത്തിയ ദേവസ്വം ഉദ്യോഗസ്ഥർ കുടുങ്ങുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായി തന്നെ വിവിധ തലത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴിതാ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും ഒക്കെ സാമ്പിളുകൾ അത് ഇളക്കി പരിശോധിക്കുന്നതിലേക്കാണ് പോകുന്നത്. സ്വർണം പോറ്റി വഴി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് സ്വർണം കണ്ടെടുത്തത്, ആ സ്വർണവും ഇപ്പോഴത്തെ ലഭിച്ചിട്ടുള്ള പോറ്റി പറഞ്ഞത് പ്രകാരം അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുള്ള സ്വർണവും അതൊക്കെ തമ്മിലുള്ള താരതമ്യം, ഇതൊക്കെ നോക്കുവാനും അതൊക്കെ നിയമപരമായി കൂടി ബന്ധിതമാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് SIT ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ എന്ന് വേണം കരുതാൻ. കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ ഇളക്കി അതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിരവധി തവണകളിലായി ഈ സന്നിധാനത്തും ആറന്മുളയിലെ സ്ട്രോങ് റൂമിലുമൊക്കെ പരിശോധന നടത്തിയിരുന്നു. പഴുതുകളടച്ചുള്ള പരിശോധനകൾ, അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. SIT സംഘം സന്നിധാനത്ത് ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും നിർണായകമായ നീക്കമാണ്. അഖിൽ TS ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും ചേരുകയാണ്. അഖിൽ, ദ്വാരപാലക ശില്പത്തിലെയും കട്ടളയിലെയും സ്വർണ്ണങ്ങൾ ഇളക്കി പരിശോധിക്കുകയും അതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന നിർണായകമായ നടപടിയാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് ശബരിമലയിൽ. അഖിൽ. അജിംഷാദ്, തീർച്ചയായും ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിന് മുമ്പിൽ കട്ടിളപ്പാളിയുടെ ഇടതുവശത്തെ ഒരു ഭാഗം അടർത്തിയെടുക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയുടെ ഇടതുവശത്തെ ഒരു ഭാഗം അടർത്തി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീകോവിലിന് വലതുവശത്തുള്ള ദ്വാരപാലക ശില്പത്തിലെ സാമ്പിളുകൾ ശേഖരിക്കുന്ന നടപടിയാണ്. അത് വിദഗ്ധരായിട്ടുള്ള സ്വർണ്ണപ്പണിക്കാരെ കൊണ്ടാണ്, എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിദഗ്ധരായിട്ടുള്ള സ്വർണ്ണപ്പണിക്കാരെ കൊണ്ട്, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പണിക്കാരെ കൊണ്ട് തന്നെയാണോ ഈ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നത്? അഖിൽ TS. അജിംഷാദ്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ 15 അംഗ സംഘമാണ് ഇവിടെ ഇപ്പോൾ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. അതിൽ വിദഗ്ധരായ ഗോൾഡ് സ്മിത്ത് അഥവാ സ്വർണത്തിന്റെ പരിശോധിക്കുന്ന ആളുകൾ ഉൾപ്പെടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായ 15 അംഗ സംഘമാണ് ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സാമ്പിളുകളും സ്വർണത്തിന്റെ പ്യൂരിറ്റി സംബന്ധിച്ച കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വിജയ് മല്യ സ്ഥാപിച്ച 1998 സ്ഥാപിച്ച ദ്വാരപാലക ശില്പങ്ങൾ സ്വർണത്തിന്റെ അളവും പിന്നീട് 2019 2025 തുലാമാസ പൂജയ്ക്ക് മുന്നോടിയായി മാറ്റിവെച്ച ദ്വാരപാലക ശില്പങ്ങളുടെ അളവും അവയുടെ പ്യൂരിറ്റി സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വൃശ്ചിക മാസം 1-ാം തീയതിയായ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചതിന് ശേഷം 3 മണിക്ക് നട തുറക്കുന്നതിന് മുമ്പുള്ള 2 മണിക്കൂർ സമയം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SPS ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്. തീർച്ചയായും കോടതി നിയമിച്ച SIT സംഘത്തിൻ്റെ അന്വേഷണ പുരോഗതിയുടെ ഏറ്റവും നിർണായകമായ ദിശകളിലൊന്നാണിത്. ഇപ്പോൾ സന്നിധാനത്ത് ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം, അതിൻ്റെ സാമ്പിളുകൾ അടർത്തിയെടുത്ത് പരിശോധിക്കുന്നതിലേക്കാണ് പോകുന്നത്. അഖിൽ TS, ഏറ്റവും നിർണായകമാണിത്. കാരണം ഈ കയ്യിൽ കുടുങ്ങിയ പ്രതികൾ, അവർ നിയമത്തിന് മുന്നിൽ കൂടി പൂർണ്ണമായും കുടുങ്ങാൻ, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മാത്രമല്ല, ഇപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം ഇവിടുന്ന് മോഷണം നടത്തി കൊണ്ടുപോയി കണ്ടെത്തിയ ബാംഗ്ലൂരിലെ വ്യവസായികളുടെ ഒക്കെ കയ്യിൽ നിന്നും കണ്ടെത്തിയ സ്വർണവും ഇതുമായി പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, എത്ര കനത്തിലുള്ള സ്വർണമാണ് ചെമ്പ് പാളികളിൽ പൂശിയത്, ഇതടക്കമുള്ളവ അറിയേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ പരിശോധനകൾക്കുള്ള നിർണായകത കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിനുണ്ട്. അഖിൽ TS. തീർച്ചയായും അജിംഷാദ്, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് എത്ര അളവിലാണ് സ്വർണം മാറ്റിയിരിക്കുന്നത്, എന്തൊക്കെ രീതിയിലുള്ള കൃത്രിമമാണ് സ്വർണ്ണപ്പാളികളിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ തിരിച്ചു വച്ച സ്വർണ്ണപ്പാളികളുടെ കൃത്യമായ അളവോ പ്യൂരിറ്റിയോ ഒന്നും രേഖപ്പെടുത്തിയില്ല. അതിനെപ്പറ്റിയുള്ള വ്യക്തമായ രേഖകൾ ലഭ്യമല്ലാത്ത ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധന SIT സംഘം ശബരിമല സന്നിധാനത്ത് നടത്തുന്നത്. ഇതിൻ്റെ അന്തിമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ
ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ച ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് തിരിച്ചെത്തിച്ച സ്വർണ്ണപ്പാളിയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളിൽ എത്രത്തോളം അളവിൽ സ്വർണത്തിൻ്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട്, എത്രത്തോളം മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നിടത്തേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും എത്തിയിട്ടുണ്ട്. കെ ജയകുമാർ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് അജിംഷാദ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കെ ജയകുമാർ പുതിയതായി ചുമതലയേറ്റ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴിത് അടർത്തിയെടുത്ത് പരിശോധിക്കുന്നത്. നിർണായകമാണ്, നിയമപരമായി കൂടി നിർണായകമായ ഘട്ടമാണ്. ഒരുപക്ഷെ ഈ മണ്ഡലകാലത്തിന് തുടക്കമായ ഒരു ഘട്ടത്തിൽ തീർത്ഥാടകർക്കോ മറ്റ് വിശ്വാസികൾക്കോ ഒന്നും ഒരു തടസ്സവുമില്ലാത്ത വിധമാണ് ഈ പരിശോധനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അഖിൽ ടി എസ്, തീർച്ചയായും അജിംഷാദ്, ഇപ്പോൾ നിലവിൽ ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ പ്രകാരം രാവിലെ 3 മണിക്ക് നട തുറക്കുകയും നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചിരുന്നു. നട അടച്ചതിന് ശേഷമുള്ള 1 മണി തൊട്ടുള്ള 3 മണിക്ക് ഇനി നട തുറക്കൂ. ആ 2 മണിക്കൂർ സമയം കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനോട് ശാസ്ത്രീയമായ പരിശോധനകൾ പൂർത്തിയാക്കി ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് നട അടച്ചതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഈ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളിയിലെയും സ്വർണത്തിൻ്റെ പ്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ കട്ടളപ്പാളിയിലെയും ഞങ്ങൾ തത്സമയം ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഖിൽ. അതായത് കട്ടളപ്പാളിയിലെയും ദ്വാരപാലക ശില്പത്തിലെയും രണ്ടിലും പൊതിഞ്ഞിട്ടുള്ള സ്വർണം പൂശിയ ചെമ്പ് തകിടുകളാണോ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്? മുറിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്, അതോ അത് മൊത്തമായി എടുത്തതിന് ശേഷം ഉള്ള പരിശോധനകളായിരിക്കുമോ? ഏതർത്ഥത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? അജിംഷാദ്, കട്ടളപ്പാളിയുടെ ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടളപ്പാളിയുടെ വലതുവശത്തെ ഭാഗം ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഊരിയെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ തുലാമാസ പൂജകൾക്കായി നട തുറന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടെ കണ്ടതാണ് പുതുതായി സ്ഥാപിച്ച ദ്വാരപാലക ശില്പത്തിലെ വലതുവശത്തെ ദ്വാരപാലക ശില്പം സ്ക്രൂ ചെയ്ത് മുറുക്കിയിരുന്ന ദ്വാരപാലക ശില്പം ഇപ്പോൾ സ്ക്രൂ അഴിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനയ്ക്കായി ഇപ്പോൾ സ്ക്രൂ അഴിക്കുന്ന ാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ നമ്മൾ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ദ്വാരപാലക ശില്പം പൂർണ്ണമായി അഴിച്ചു മാറ്റി അതിൻ്റെ പരിശോധിക്കുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ചെയ്യുന്നത്. അതെ, അത് ഒരുപക്ഷെ ഈ ചടങ്ങ് ഈ മറ്റ് ചടങ്ങുകളെ ഒന്നും ബാധിക്കാത്ത വിധം വളരെ സുരക്ഷിതമായ സമയം തന്നെയാണ് അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതും. കെ ജയകുമാർ അടക്കം ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് അടക്കമുള്ളവരൊക്കെ ഉണ്ട്. SIT അർത്ഥത്തിൽ ദാ ഈ കട്ടളയുടെ ഒരു ഭാഗം ദാ ഇളക്കിയെടുക്കുന്നത് നമുക്ക് കാണാം. അഖിൽ, തീർച്ചയായും അജിംഷാദ്, കട്ടളയുടെ വലതുവശത്തെ ഭാഗം അടർത്തിയെടുത്തിരുന്നു എന്ന് നേരത്തെ തന്നെ അടർത്തിയെടുത്തിരുന്നു. ഇപ്പോൾ ഇടതുവശത്തെ ഭാഗമാണ് അടർത്തിയെടുക്കുന്നത്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോട്ടവും വരുത്താതെ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു തരത്തിലും ലംഘിക്കാതെയാണ് ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെയും ശബരിമല കട്ടളപ്പാളിയിലെയും ഉൾപ്പെടെയുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയതായി ചാർജ് എടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ എല്ലാ സമയത്തും ഇപ്പോൾ ശബരിമലയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധന മൂലം ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇവിടെയുള്ള പോലീസും അധികാരികളും ദേവസ്വം ബോർഡ് ജീവനക്കാരും ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും. കാരണം ഈ ശബരിമലയുടെ തന്നെ ഗോൾഡ് സ്മിത്താണ്, സ്വർണ്ണപ്പണിക്കാരാണ് ഈ ദ്വാരപാലക ശില്പത്തിലെയും കട്ടളയിലെയും പാളികൾ ഇളക്കാൻ പരിശോധിക്കുന്നത്, അല്ലേ, ഇളക്കി നൽകുന്നത് SITക്ക്. അതെ, ദേവസ്വം പ്രത്യേകമായി ഹൈക്കോടതി നിയോഗിച്ച 15 അംഗ ഗോൾഡ് സ്മിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന പണിക്കാരായ ഗോൾഡ് സ്മിത്ത് ഉൾപ്പെടെ ഗോൾഡിൻ്റെ പ്യൂരിറ്റി കണക്കാക്കുന്ന ആളുകൾ ഉൾപ്പെടെ വിദഗ്ധരായ 15 അംഗ സംഘമാണ് SIT SP ശശിധരൻ ഉൾപ്പെടെ അടങ്ങുന്ന സംഘത്തിനൊപ്പമുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്.